ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്വീറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൈരാണ്. അതായത് നന്നായിട്ട് കട്ടയായിട്ടുള്ള തൈരാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നല്ല കട്ട തൈര് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അധികം പുളി ഇല്ലാത്ത തൈരാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള തൈര് വേണം നമുക്ക് വേണ്ടത്. നന്നായിട്ട് പുളിയുള്ള തൈരാണെങ്കിൽ അത് എടുക്കരുത്. ഇതിന് പകരം തൈരിന് പകരം നമുക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ യോഗട്ടിലും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഞാൻ ഇതുപോലെ കട്ട തൈര് തയ്യാറാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് കണ്ടു നോക്കിയേക്കണം. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് വെച്ചിരിക്കാം. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞത് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഒരു ബൗൾ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു കപ്പ് നിറയെ ഇങ്ങനെ എടുക്കണം. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സീക്രട്ട് ആയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതുപോലെ ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറയെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ വന്നിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതല്ലാതെ നമ്മൾ സാധാരണ ഫിൽറ്റർ ചെയ്ത് എടുക്കില്ലേ കോഫി പൗഡർ, അതല്ല വേണ്ടത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് സാധാരണ പെട്ടെന്ന് കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാലിലേക്ക് ചേർത്തിട്ട് ഉടൻ തന്നെ കോഫി തയ്യാറാക്കി എടുക്കില്ലേ, ആ കോഫി പൗഡറാണ് വേണ്ടത്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഫി പൗഡറും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതായത് നമ്മുടെ തൈരിൽ ഇപ്പോൾ നല്ല കട്ട ഉണ്ടാവും. ആ കട്ടയൊക്കെ പോകുന്നത് പോലെ നല്ലതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. മിക്സിയിലിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ലൂസായി പോകും, വെള്ളം പോലെ ആയിപ്പോവും. അതിൻ്റെ പേരിലാണ് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ തൈരിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾ അന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ തന്നെ നല്ല കട്ടിയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കട്ടി കുറവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും കുറച്ചുകൂടി ലൂസായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, അതിന് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പകരം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരല്പം പാലും കൂടിയാണ്. അതായത് തിളപ്പിച്ച പാലൊന്നും അല്ല, സാധാരണ പച്ചപ്പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മൾ ചേർക്കണം എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ തൈര് വന്നിട്ട് നല്ല കട്ടിയാണ്. അപ്പോൾ അത്രയും അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും അത്യാവശ്യം നല്ലതുപോലെ കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം പാൽ മതിയാവും. അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ല, നല്ല സ്മൂത്തായിട്ട് ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് പാൽ ചേർത്ത് കൊടുത്ത് കളയരുത്. അങ്ങനെ ഒരുപാട് പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായി പോകും. അപ്പോൾ അങ്ങനെയല്ല നമുക്കിത് വേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മധുരം വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഈ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിൽ നിന്നും ഒരു നോർമലായിട്ടുള്ള മധുരം ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ചുകൂടി മധുരമൊക്കെ സ്വീറ്റ്നെസ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും കൂട്ടാവുന്നേ ഉള്ളൂ.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരല്പം മാത്രം ഏലക്ക പൊടിച്ചതും കൂടി. ഇത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. കൂടെ തന്നെ ഒരുപാടൊന്നും വേണ്ട, ഒരേ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇനി വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഏത് ബൗളിലേക്കാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ബൗളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രേയിലേക്കോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഓയിലായാലും വേറെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ കൂടി ഇതിലേക്ക് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ട്രേയിലേക്ക് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ബാറ്ററൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. നല്ലതുപോലെ ലംസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് കൂടി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോഴത്തേക്കും കാണാനൊരു ഭംഗി ഉണ്ടാകും. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് തന്നെ ചേർക്കാം. കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. ഏതായാലും ബദാമാണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് ഗാർണിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ആവി ചെമ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ആവി ചെമ്പിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരികയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതുപോലെ ഒരു തട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വട്ടുണ്ടല്ലേ, റൗണ്ട് വട്ട്, ആ വട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വെള്ളം വെക്കേണ്ട, ഒരു പകുതി അളവിൽ, അതായത് ആ വട്ട് മുങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം വെള്ളം വെച്ചിരുന്നാൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു തട്ട് എൻ്റെ കയ്യിലുള്ളതിൻ്റെ പേരിൽ അത് ഇതിലേക്ക് ഇടുകയാണ്. ഇതുപോലെ ട്രേയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഒന്നുകിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു തട്ട് വെച്ചിട്ട് സ്റ്റീൽ തട്ടോ അലുമിനിയം തട്ടോ എന്തെങ്കിലും ഒരു തട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അടച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ആവിയിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് വീഴും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഈ വെള്ളം തെറിക്കുന്ന വെള്ളം അതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തട്ട് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിത് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും ഒന്ന് ആവിയിൽ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 30 മിനിറ്റോളം വെക്കുകയാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പുഡിംഗ് എല്ലാം നല്ല സൂപ്പറായിട്ട് ഇവിടെ വെന്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തിയെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുക്കണം. അതായത് നമുക്ക് ചെറിയ ഇളം ചൂടോടെയും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചും കഴിക്കാം. അപ്പോൾ ഇത് കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് വളരെ വളരെ സോഫ്റ്റും അതുപോലെ തന്നെ അത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ലൊരു കോഫിയുടെ ഒരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.